ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 12. അപ്പോൾ ആ മുനിയുടെ ദീനരോദനം കേട്ടിട്ടും തെല്ലും ആർദ്രത ഭാവിക്കാതെ ആഴിവർണ്ണൻ അരുളി ചെയ്തു, അങ്ങ് ബ്രഹ്മപൗത്രനാണ്, ശിവസംഭൂതനാണ്, മഹർഷീശ്വരനുമാണ്. പക്ഷേ ഗർവും അഹങ്കാരവും അങ്ങയെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലം അങ്ങ് അനുഭവിക്കാതെ കഴിയുകയില്ല. ഒരു തപോധനന് വിനയവും ദയയും സർവോപരി മനുഷ്യസ്നേഹവും ഉണ്ടായിരിക്കണം. ഈ 3 ഗുണങ്ങളും അങ്ങേക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ ആ ഭക്തോത്തമന്റെ സംരക്ഷണത്തിന് വേണ്ടി നിയുക്തമായ എൻ്റെ ചക്രായുധത്തെ തിരിച്ച് ഉപസംഹരിക്കുവാൻ എനിക്കിനി സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ ഭക്തന്മാർക്ക് ദാസനാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവരുടെ കണ്ണുനീർ എൻ്റെ തീർത്ഥജലമാണ്. അവരുടെ ഹൃദയം എൻ്റെ പുണ്യക്ഷേത്രമാണ്. അവരുടെ വാക്കുകൾ എൻ്റെ വേദമാണ്. അവരുടെ വൈരി എൻ്റെയും വൈരിയാണ്. അതുകൊണ്ട് ഹേ മഹർഷി, അങ്ങ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പോയി ആ ഭക്തോത്തമന്റെ പാദങ്ങളിൽ പ്രണാമം ചെയ്ത് അഭയം അപേക്ഷിക്കുക. ഭാഗവതോത്തമനായ ആ പുണ്യവാൻ അങ്ങയുടെ അപരാധം ക്ഷമിക്കും. എൻ്റെ ചക്രം ഉപസംഹരിക്കുവാൻ ആ ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മഹാവിഷ്ണു ദുർവാസാവിനോട് പറഞ്ഞു. വൈകുണ്ഠനാഥന്റെ തിരുസന്നിധിയിലും തനിക്ക് രക്ഷയില്ലെന്നറിഞ്ഞ ദുർവാസാവ് ആകെ തളർന്ന് പരവശനായി ഓടി അയോധ്യ രാജധാനിയിലെത്തി. അംബരീഷന്റെ പാദങ്ങളിൽ വീണ് സർവാപരാധങ്ങളും പുറത്ത് രക്ഷിക്കണമേ, വിഷ്ണുചക്രം ഉപസംഹരിക്കണമേ എന്ന് കേണപേക്ഷിച്ചു. അംബരീഷൻ ഭക്തി മാമുനീന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വിയർപ്പുകളാലും പാംസുക്കളാലും മലിനമായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച ഗാത്രം ശരീരം തടവി ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, താപസോത്തമ, ഞാൻ എന്ത് ക്ഷമിക്കാനാണ്? വരബലം കൊണ്ട് എന്തും സാധിക്കാൻ കഴിവുള്ള നെന്തിരുവടിയോട് ഞാനാണല്ലോ മാപ്പിരക്കേണ്ടത്. എല്ലാം സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീഹരിയുടെ വൈഭവം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം വിഷ്ണുചക്രം അംബരീഷിന്റെ നെടില മധ്യത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ നെറ്റിയുടെ മധ്യത്തിൽ വന്ന് വിലയം പ്രാപിച്ച് അപ്രത്യക്ഷമായി. അങ്ങനെ ചക്രത്തെ കണ്ടു ഭയപ്പെട്ട് മഹർഷി ഓടാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 1 വർഷക്കാലം മുഴുവനും ചക്രത്താൽ അനുഗതനായി പേടിച്ച് സംഭ്രാന്തനായി അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. ഈ കാലം അത്രയും അംബരീഷൻ ഭക്ഷണം കഴിക്കാതെ മഹർഷിയെയും പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. മാമുനീന്ദ്രനെ ഊട്ടിയതിനു ശേഷമല്ലാതെ താൻ ഭക്ഷിക്കുകയില്ലെന്നു തീരുമാനത്തോടെ അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. മാമുനീന്ദ്രനെ ഊട്ടിയിട്ടേ താൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. അതനുസരിച്ച് ഗംഗാതീർത്ഥത്തിൽ താപസോത്തമനെ സ്നാനം ചെയ്യിച്ച് ഹൃദ്യമായ ഭക്ഷണമെല്ലാം നൽകി സന്തോഷിപ്പിച്ചതിന് ശേഷം അംബരീഷനും ഭക്ഷണം കഴിച്ചു. അനന്തരം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം മഹീപതി പരിവാര സമേതം വലിയ ആഘോഷത്തോടുകൂടി ദുർവാസാവിനെ അയോധ്യയുടെ ഗോപുര ദ്വാരം വരെ അനുഗമിച്ച് യാത്രയാക്കി. അവിടെ വരെ കൊണ്ടുവിട്ട് യാത്രയാക്കി. അപ്പോൾ താൻ ദ്രോഹിച്ചിട്ടും അതേക്കുറിച്ച് യാതൊരു വൈരാഗ്യവും ഇല്ലാതെ ഭക്തിയാദരവുകൾ കാണിച്ച ആ പുണ്യശ്ലോകന് മോക്ഷപ്രദങ്ങളായ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കട്ടെ എന്ന് മഹർഷീശ്വരൻ അനുഗ്രഹിച്ചു. അംബരീഷൻ പിന്നീട് തൻ്റെ സംവത്സര ഏകാദശി വ്രതം ഉത്തരോത്തരം ഭക്തിയോടുകൂടി നോറ്റ് സമാപിച്ച് ഒടുവിൽ കാലം കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രായാധിക്യമായപ്പോൾ ലൗകികമായ സർവ ബന്ധങ്ങളും വെടിഞ്ഞ് ആ ഭക്തൻ വിഷ്ണു ലോകം പോയി സായുജ്യമടഞ്ഞു. അപ്പോൾ ഒരുവന്റെ ഏറ്റവും വലിയ ശത്രു അവനിൽ കുടികൊള്ളുന്ന അഹങ്കാരമാണ്. അമരനാഥനായ ദേവേന്ദ്രനെ പോലും അഹങ്കാരം അധപ്പതിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഇന്ദ്രന്റെ അഹങ്കാരത്തെക്കുറിച്ച് മറ്റൊരു കഥ കൂടി പറയാം. അപ്പോൾ അത് ബൃഹസ്പതി ബഹിഷ്കരണമാണ്. നമുക്കതൊന്ന് നോക്കാം. ദേവകളുടെ സർവാദരണീയനായ ഗുരുവരനാണ് ബൃഹസ്പതി. ബ്രഹ്മർഷി മുഖ്യനായ അങ്കിരസിന്റെ പുത്രനുമാണ് അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹം ഇന്ദ്രനെ കാണാനായി ദേവരാജധാനിയിലെത്തി. ആചാര്യന്റെ ആഗമനം തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന മട്ടില് മഹേന്ദ്രൻ യാതൊരു വിധമായ ബഹുമാനമോ ആദരവോ പ്രകടിപ്പിക്കാതെ ഗുരുവിനെ നിന്ദിച്ചു. മഹാവിഷ്ണു തൻ്റെ അനുജനായി പിറന്ന ത്രിലോക സാമ്രാട്ടായ മഹാബലിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്വർഗലോകം തനിക്ക് വീണ്ടെടുത്ത് തന്നിരിക്കുന്നു.
അപ്പോൾ വിഷ്ണുവിൻ്റെ അഗ്രജസ്ഥാനം, അതായത് ജ്യേഷ്ഠസ്ഥാനം ലഭിച്ചിരിക്കുന്ന താൻ ഇനി ആരെ ബഹുമാനിക്കണം, തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുണ്ട് എന്നിങ്ങനെ തൻ്റെ വലിയ വമ്പുകളൊക്കെ ഓർത്ത് ഉമ്പർക്കോൻ അഹങ്കാരത്തോടെ വാഴുന്ന കാലത്താണ് ബൃഹസ്പതി അദ്ദേഹത്തെ കാണാൻ ചെന്നത്. അമരനാഥൻ്റെ അഹങ്കാരം കണ്ട് ഗീഷ്പതിക്ക് വളരെ മനോവേദന തോന്നി. ഏതായാലും ദേവാചാര്യസ്ഥാനം തനിക്കിനി ആവശ്യമില്ലെന്നുള്ള സങ്കല്പത്തോടുകൂടി അദ്ദേഹം ദേവനഗരം വെടിഞ്ഞ് എവിടെയോ മറഞ്ഞു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള കുറ്റബോധം വിബുധേന്ദ്രനുണ്ടായി. ഗുരുവരനെ കണ്ടുപിടിച്ച് ക്ഷമാപണം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ പാകശാസനൻ പല ദിക്കിലും അദ്ദേഹത്തെ അന്വേഷിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല, അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല. അങ്ങനെ വാനവർക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകുവാനുള്ള ഗുരുവര്യൻ ഇല്ലെന്നറിഞ്ഞ് ദാനവന്മാര് തക്കം നോക്കി ദേവകളുമായി ഒരു യുദ്ധം ആരംഭിച്ചു. ആ സമരത്തിൽ അമരന്മാര് അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു. വേണ്ട സമയത്ത് വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ ഒരു ആചാര്യനില്ലാത്തതാണ് ഈ തോൽവിക്ക് കാരണമെന്ന് ഉൽപ്പല സംഭവൻ ഉമ്പരിൽ മുഖ്യനെ ധരിപ്പിച്ചു. അനന്തരം വിരിഞ്ചന്റെ അനുമതിയോടുകൂടി വിശ്വകർമാവിന്റെ പുത്രനായ വിശ്വരൂപനെ തൽക്കാലത്തേക്ക് ദേവഗുരുവായി സ്വീകരിച്ച് അവരോധിച്ചു. ബുദ്ധിമാനായ വിശ്വരൂപൻ ദേവകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർക്ക് ശ്രേഷ്ഠമായ നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തു. അതിൻ്റെ ശക്തിയിൽ പിന്നീട് നടന്ന യുദ്ധത്തിൽ ആതിഥേയന്മാർക്ക്, അതായത് നമ്മുടെ ദേവന്മാർക്ക് വിജയവും സിദ്ധിച്ചു. അതോടുകൂടി പുതിയ ദേവാചാര്യനെ സംബന്ധിച്ച് അമരന്മാരുടെ ഇടയിൽ വലിയ ഭക്തിയും ബഹുമാനവും ഒക്കെ വർദ്ധിച്ചു. പഴയ ഗുരുവായ ബൃഹസ്പതി പോയത് നന്നായി എന്ന് അവർക്ക് തോന്നി. ഗുരുവിനോടുള്ള അമിതമായ ഭക്തി മൂലം തങ്ങൾക്ക് ലഭിക്കുന്ന ഹവിസിന്റെ ഒരംശം ദേവകൾ എന്നും വിശ്വരൂപന് നൽകിക്കൊണ്ടിരുന്നു. അതേസമയം അസുരന്മാരും അവരുടെ വക ഹവിർഭാഗത്തിന്റെ ഒരു പങ്കും ഒളിച്ച് വിശ്വരൂപന് നൽകിക്കൊണ്ടിരുന്നു. ഇങ്ങനെ രണ്ടു കൂട്ടരുടെ ഹവിർഭാഗവും വിശ്വരൂപന് ലഭിച്ചുകൊണ്ടിരുന്നു. ഒരു കൂട്ടരുടെ പരസ്യമായും മറ്റേ കൂട്ടരുടെ രഹസ്യമായും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ പരസ്യമായി ദേവാനുകൂലിയും രഹസ്യമായി അസുരാനുകൂലിയുമായി അങ്ങനെയാണ് വിശ്വരൂപൻ ദേവഗുരുപട്ടം വഹിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശ്വരൂപൻ ദാനവന്മാർ വന്ന ഹവിർഭാഗം സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ചയക്കുന്നത് യാദൃശ്ചികമായിട്ട് വാനവർനാഥൻ കണ്ടു. വഞ്ചകനായ ഗുരു എന്ന് ആക്രോശിച്ചുകൊണ്ട് പെട്ടെന്നുണ്ടായ കോപത്താൽ വാസവൻ തൻ്റെ വാളൂരി വിശ്വരൂപന്റെ തലകൾ അറുത്തു അവനെ കൊന്നു. അവന് 3 തലകൾ ഉണ്ടായിരുന്നു. അറക്കപ്പെട്ട 3 തലകളും പക്ഷികളായി അക്ഷണം തന്നെ ആകാശത്തിലേക്ക് പറന്നു പോയത് കണ്ട് ഇന്ദ്രൻ വല്ലാതെ ഒന്ന് അമ്പരന്ന് പോയി. തൻ്റെ പുത്രനെ ഹനിച്ച പുരന്തരനെ അമർച്ച ചെയ്യാൻ തക്ക കെൽപ്പുള്ള ഒരു മുഷ്കരൻ ഉണ്ടാകുന്നതിന് വേണ്ടി വിശ്വകർമാവ് ആസുരമായൊരു ക്ഷുദ്രയാഗം ആരംഭിച്ചു. ആ യജ്ഞകുണ്ടത്തിൽ നിന്നും അഷ്ടദിഗന്ധങ്ങളും മുഴങ്ങുമാറ് ഉഗ്രമായ അലറി കീഴ്മേൽ മറിഞ്ഞ് നട്ടം തിരിഞ്ഞുകൊണ്ട് ഒരു ഘോര കരാള രൂപം പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ആ ഭീകരമൂർത്തിയെ കണ്ട് ഭയപ്പെട്ടോടി. ആ രൂപം ഗർജിച്ചുകൊണ്ട് മേൽപോട്ട് ചാടി നിർജ്ജര ലോകത്തെത്തി. വാപിളർത്തി കൂർത്തു വളഞ്ഞ ദംഷ്ട്രകളൊക്കെ പുറത്ത് കാട്ടി സർവഭൂതങ്ങളെയും സംഹരിക്കാൻ എന്നവണ്ണം അലറിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന ആ ഘോരസത്വത്തെ കണ്ട് ദേവവൃന്ദങ്ങള് ഭയാക്രാന്തരായി പല വഴിക്കും പലായനം ചെയ്തു. ഇന്ദ്രൻ തൻ്റെ സമൃദ്ധരായ സേനാപതികളോടും സേനകളോടും കൂടി ആ ഉഗ്രമൂർത്തിയോട് ഉഗ്രമായ ഒരു സമരത്തിന് ഒരുങ്ങി. സർവ ദേവായുധ വിദ്യകളും പ്രയോഗിച്ചിട്ടും ആ ഭീകര സത്വത്തിന്റെ മുന്നേറ്റത്തെ തടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പാകാരി പകച്ചോടാൻ തുടങ്ങി. എടാ നാണം കെട്ട ഇന്ദ്ര, ചുണയുണ്ടെങ്കിൽ നേരെ നിൽക്ക്, നിന്നെ ഹനിക്കാനുള്ള വൃത്രാസുരനാണ് ഞാൻ എന്ന് ഉദീരണം ചെയ്തുകൊണ്ട് അസുരൻ മഹേന്ദ്രന്റെ പിന്നാലെ പാഞ്ഞെടുത്തു. അപ്പോൾ അടുത്തത് വൃത്രാസുര വധമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.